രേണു സുധിയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. മഴ പെയ്യുമ്പോൾ വീടിനകത്തേക്ക് വെള്ളം വീഴുന്നുണ്ട് എന്നുള്ള രേണുവിൻ്റെ വെളിപ്പെടുത്തലുകളാണ് വലിയ പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത്. വീടിന് സ്ഥലം നൽകിയ ബിഷപ്പ് നോബിളും വീട് നിർമ്മിച്ച് നൽകിയ KHDC ഫിറോസും അടക്കമുള്ളവർ രേണുവിനെതിരെ രംഗത്ത് വന്നിരുന്നു. തൻ്റെ കുടുംബം ആ വീട്ടിൽ താമസിക്കുന്നു എന്നതാണ് എല്ലാവരുടെയും പ്രശ്നം. ദാനം എന്നത് കേട്ട് മടുത്തു. വീട് പൂട്ടി താക്കോൽ ആർക്കാണ് എന്ന് വെച്ചാൽ കൊടുത്തിട്ട് വാടകയ്ക്ക് താമസിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. കേട്ട് കേട്ട് മടുത്തു. കേൾക്കുന്നതിനും ഒരു പരിധിയുണ്ട്. കുഞ്ഞിനെ തനിച്ച് അവിടെ നിർത്താൻ പറ്റില്ല. കുറ്റം പറയുന്നവർ വന്ന് കുഞ്ഞിനെ നോക്കുമെങ്കിൽ നോക്കട്ടെ. കിച്ചുവും മൃദുലും തനിക്ക് ഒരുപോലെയാണ്. കിച്ചു വലിയ കുട്ടിയാണ്, മറ്റവൻ ചെറിയ കുട്ടിയാണ്. തനിച്ച് നിർത്താനാവില്ല. ആ വീട് മക്കൾക്ക് വേണ്ടി കിട്ടിയതാണ്. അതിൽ ഡിമാൻഡ് വെക്കുകയോ പരാതികൾ പറയുകയോ ചെയ്തിട്ടില്ല. ഒരു മീഡിയ വീട് ചോരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മഴ പെയ്യുമ്പോൾ വെള്ളം വീഴുന്നുണ്ട് എന്ന് പറഞ്ഞു. അത്രയുള്ളൂ. അയാൾക്ക് ആ വിവരം എവിടുന്ന് കിട്ടി എന്നറിയില്ല. ചില്ലിട്ട സ്ഥലത്ത് നിന്ന് അകത്തേക്ക് ചാറ്റൽ വീഴുന്നുണ്ട്, അതാണ് പറഞ്ഞത്. അതുകൂടാതെ ബീമിൽ നിന്ന് കൂടി ചോരുന്നുണ്ട്. ബാക്കി വാർപ്പിൽ ഒന്നും ചോർച്ചയില്ല. ആ വീട്ടിൽ ഞങ്ങൾ നിൽക്കുന്നു എന്നതാണ് ഇപ്പോൾ എല്ലാവരുടെയും പ്രശ്നം. അപ്പോഴാണ് ആലോചിച്ചത് വീട് പൂട്ടി താക്കോൽ ഏൽപ്പിച്ചിട്ട് വാടകയ്ക്ക് പോവാമെന്ന്. കിച്ചു ആ വീട്ടിൽ നിൽക്കാത്തതിൻ്റെ പേരിലാണ് ഓരോരുത്തരും കിടന്ന് പറയുന്നത്. കിച്ചു പഠിക്കാൻ പോയതാണ്. അവൻ കൊല്ലത്ത് നിന്നാണ് പഠിക്കുന്നത്. ഇതിനു മാത്രം കേൾക്കാൻ എന്താണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്? ഞാൻ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ പപ്പയും അമ്മയുമാണ് കുഞ്ഞിനെ നോക്കുന്നത്. അവരെ ഇറക്കിവിടാൻ പറ്റുമോ? അവർ അഭയാർത്ഥികളായി വന്നു നിൽക്കുന്നു എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്.